2 മാസങ്ങൾക്ക് ശേഷം. മോളെ, ഈ അമ്മ എന്ത് പറഞ്ഞാലും മോൾക്ക് സംഭവിച്ചതിന് പകരമാവില്ലെന്നറിയാം. പക്ഷേ മോൾ ഈ വിവാഹത്തിന് സമ്മതിക്കണം. ലക്ഷ്മി തുമ്പിയുടെ കരങ്ങൾ പൊതിഞ്ഞു പിടിച്ച് നിറകണ്ണുകളോടെ പറഞ്ഞു. എന്നാൽ അവളുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. മുഖത്ത് നിർവികാരത നിഴലിച്ചു നിന്നു. അത് കാണി ആ അമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. താൻ കാരണമാണ് തുമ്പിക്ക് അങ്ങനെയൊരവസ്ഥ വന്നതെന്ന കുറ്റബോധം മനസ്സിൽ കടന്നു കൂടിയപ്പോൾ മുതൽ ആ അമ്മ മനസ്സിൽ കൊണ്ടു നടക്കുന്ന തീരുമാനമാണ് ദേവിനെ കൊണ്ട് തുമ്പിയെ വിവാഹം കഴിപ്പിക്കുക എന്നത്. അങ്ങനെയെങ്കിലും അതിനൊരു പരിഹാരമാവട്ടെ എന്ന് ലക്ഷ്മി കണക്കുകൂട്ടി. മോളെ, നീ എന്താ ഒന്നും പറയാത്തത്? എന്തെങ്കിലും ഒന്ന് പറയൂ കുട്ടി. ഞാൻ എന്താ ലക്ഷ്മിയമ്മയെ പറയണ്ടേ? വേണ്ട, ഒന്നും വേണ്ട. ഈ ജന്മം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ എനിക്ക്. അതും പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. എന്ത് പറഞ്ഞാൽ പാവം പെണ്ണിനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അവർക്കറിയുന്നുണ്ടായിരുന്നില്ല. ഉള്ളു നീറിയുള്ള ആ കരച്ചിൽ കാണി ലക്ഷ്മിയുടെ മിഴികൾ അറിയാതെ നിറഞ്ഞുപോയി. പക്ഷേ എന്തോ തീരുമാനിപ്പിച്ചുറച്ചതുപോലെ അവർ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. മോളെ, ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായിത്തീർന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതും ഞാൻ തന്നെയാണ്. നീ ഇപ്പോൾ എൻ്റെ കൂടെ ചൈത്രയത്തേക്ക് വരണം മിത്ര. ലക്ഷ്മി പറഞ്ഞു നിർത്തിയതും അവൾ ഞെട്ടലോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അവൾ വിറച്ചുപോയി. ഇല്ല, ഞാൻ എങ്ങോട്ടുമില്ല. വയ്യ എനിക്കിനിയും. മോളെ, ഈ അവസ്ഥയിൽ നീ എവിടെ പോകാനാണ്? നിന്റെ വയറ്റിൽ വളർന്നത് ചൈത്രയത്ത് ദേവിൻ്റെ അംശമാണ്. അത് നീ മറക്കണ്ട. എനിക്ക് കഴിയില്ലമ്മേ ഇനിയും. ദേവേട്ടനെ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞു മുഴുവിപ്പിക്കാൻ കഴിയാതെ അവൾ ഏങ്ങലടിച്ച് കരഞ്ഞുപോയി. എനിക്കറിയാം, പക്ഷേ ഇപ്പോൾ അതൊന്നും പറഞ്ഞിരിക്കേണ്ട നേരമല്ല. മോള് വാ, എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നത്. ലക്ഷ്മി അവളെ നിർബന്ധപൂർവ്വം ചൈത്രയത്തേക്ക് കൂട്ടി. എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറയണമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയാണ് ലക്ഷ്മി അവളെയും കൊണ്ട് പുറപ്പെട്ടത്. എന്നാൽ ഈ കാര്യത്തെപ്പറ്റി ഡോക്ടറോട് കൂടി വിളിച്ച അഭിപ്രായം ചോദിച്ചപ്പോൾ പെട്ടെന്നെല്ലാം തുറന്നു പറയുന്നത് ചിലപ്പോൾ അവൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റിയെ ബാധിച്ചേക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് വീണ്ടും തുമ്പി ആ പഴയ വേലക്കാരിയുടെ വേഷം എടുത്തണിയേണ്ടി വന്നു. ചൈത്രയത്ത് വന്നിറങ്ങുമ്പോൾ അവളുടെ ഉള്ളം പെരുമ്പടം കൊട്ടുന്നുണ്ടായിരുന്നു. ഭയം കൊണ്ട് കാലുകൾ പോലും ചലിക്കാത്ത അവസ്ഥ. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാവണം ലക്ഷ്മി തുമ്പിയുടെ പുറത്ത് തട്ടി അവളെ ആശ്വസിപ്പിച്ചു. കയറ് മോളെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനുണ്ട് മോളുടെ കൂടെ. ഒരമ്മയുടെ എല്ലാ കരുതലോടുകൂടി ലക്ഷ്മി തുമ്പിയുമായി അകത്തേക്ക് നടന്നു. അപ്പോഴാണ് മുകളിൽ നിന്നും ദേവും അവൻ്റെ തൊട്ടുപിറകെ ഒരു പെൺകുട്ടിയും താഴേക്ക് ഇറങ്ങി വന്നത്. തുമ്പി ഞെട്ടലോടെ ഇരുവരെയും മാറി മാറി നോക്കി. അവൾക്ക് ചുറ്റും ഭൂമി കറങ്ങുന്നത് പോലെയാണ് അവൾക്ക് ആ നിമിഷം തോന്നിയത്. ദേവിൻ്റെ കയ്യിൽ തൂങ്ങി കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് ഒരു കുട്ടിയോടൊപ്പം ധരിച്ച് പടികളിറങ്ങി വരുന്ന ആ പെൺകുട്ടിയെ തന്നെ നോക്കി നിന്നുപോയി തുമ്പി. അമ്മായി. ലക്ഷ്മിയെ കണ്ടതും ആ പെൺകുട്ടി ഓടി വന്നവരെ കെട്ടിപ്പിടിച്ചു. എന്നാൽ ലക്ഷ്മി അപ്പോഴും സംശയത്തോടെ ദേവിനെ തന്നെയാണ് നോക്കിയത്. ഇഷ എന്താ ഇവിടെ? അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അല്പം ഗൗരവത്തോടെ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. ലക്ഷ്മിയുടെ ചോദ്യത്തിന് അവൾ ആദ്യമൊന്ന് പതറിയെങ്കിലും മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് ദേവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അതെന്ത് ചോദ്യമാ അമ്മായി? എനിക്കെന്താ ഇവിടെ വരാൻ പാടില്ലേ? അല്ലെങ്കിലും കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ ഞാൻ വലതുകാല് വെച്ച് കയറേണ്ട വീടല്ലേ ഇത്? ഒരു പ്രത്യേക ഭാവത്തിൽ പറയുന്ന ഇഷയെ കാണി ലക്ഷ്മിക്ക് ദേഷ്യമാണ് തോന്നിയത്. ലക്ഷ്മിയുടെ ഏട്ടൻ്റെ മകളാണ് ഇഷ. US-ലായിരുന്നു പഠിച്ചതും മറ്റും. ദേവിനോട് ഇഷയ്ക്ക് പണ്ട് മുതലേ ഒരു ചെറിയ ചായവുണ്ട്. അതിന് കാരണം അവൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ തന്നെയായിരുന്നു. എന്നാൽ ദേവിൻ്റെ അച്ഛൻ്റെ മരണത്തോടെ ബിസിനസ്സിൽ തകർച്ച സംഭവിച്ചപ്പോൾ ഇഷയുടെ വീട്ടുകാർ തന്നെ അവളെ ഈ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനവൾ കൂട്ടാക്കിയില്ല. അവനെപ്പോലൊരു പുരുഷനെ ഒരു വട്ടമെങ്കിലും അറിയുക എന്നത് തന്നെയായിരുന്നു അവളുടെ ആവശ്യം. എന്നാൽ അതിനുശേഷം ബോധം തെളിഞ്ഞ ദേവിന് സ്വബോധം നഷ്ടമായി എന്നറിഞ്ഞപ്പോൾ ഒന്ന് കാണാൻ പോലും വരാതെ ആ ബന്ധം എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയവളാണ് ഇന്ന് അവൻ അസുഖം ഭേദമായി എന്നറിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത്. അതെല്ലാം ഓർക്കവേ ലക്ഷ്മിക്ക് പുച്ഛം തോന്നിപ്പോയി അവളോട്. എപ്പോൾ വന്നു? ഞാൻ ജസ്റ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ അമ്മായി. ഞങ്ങൾ ഇന്നൊരു ഔട്ടിങ്ങിന് പോകാൻ നിൽക്കുകയായിരുന്നു. അവൻ്റെ കയ്യിൽ തൂങ്ങി കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് പറയുന്നവളെ കാണി ലക്ഷ്മി നോക്കിയത് തൻ്റെ അടുത്ത് നിൽക്കുന്ന തുമ്പിയെയാണ്. ആ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഇനി എന്ത് എന്ന് മാത്രമായിരുന്നു ആ പെണ്ണിൻ്റെ ഉള്ളിൽ ചോദ്യം. അല്ല, ഇതാരാ? സെർവൻ്റാണോ? ഇഷ തുമ്പിയെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. അപ്പോഴാണ് സത്യത്തിൽ അവിടെ ഒരു പെൺകുട്ടി മാറി നിൽക്കുന്നത് ദേവും ശ്രദ്ധിച്ചത്. ഇഷ, നിന്റെ വീട്ടിലെ സംസ്കാരമൊന്നും ഇവിടെ കാണിക്കാൻ നിൽക്കരുത്. മര്യാദയ്ക്ക് സംസാരിക്കണം. ലക്ഷ്മി എടുത്തടിച്ചതുപോലെ പറഞ്ഞതും ഇഷയ്ക്കും മുഖത്തടിയേറ്റതുപോലെയായി. ലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു മറുപടി ദേവും പ്രതീക്ഷിച്ചതല്ല. ഇഷയുടെ മുഖം കുനിഞ്ഞുപോയി. അത് കാണെ ദേവിന് ലക്ഷ്മിയോട് നേരിയ നീരസം തോന്നിപ്പോയി.
അമ്മേ! ദേവ്, നിങ്ങൾ എവിടേക്കോ പോകാൻ തുടങ്ങുമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ചെല്ല്. എന്തോ പറയാൻ തുടങ്ങിയവനെ നോക്കി കൈയുയർത്തി തടഞ്ഞുകൊണ്ട് ലക്ഷ്മി അത് പറഞ്ഞതും ദേവ് ദേഷ്യത്തോടെ അവരെ മറികടന്ന് പുറത്തേക്ക് പോയി. പോകും വഴി ദേവ് അവളെ ഒന്ന് തറപ്പിച്ചു നോക്കാനും മറന്നില്ല. എന്നാൽ ഇഷ അവളെ പകയിരുന്ന കണ്ണുകളോടെ നോക്കി ദേവിനൊപ്പം പുറത്തേക്ക് നടന്നു. അവരുടെ കാർ ഗേറ്റ് കടന്നു പോയതും ലക്ഷ്മി തുമ്പിയെ കൂട്ടി അവൾ കിടന്നിരുന്ന പഴയ മുറിയിലേക്ക് കൊണ്ടുപോയി. മോൾ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. ഈ ഞാനിവിടെയുള്ളപ്പോൾ നിന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ഒരുത്തേയും വരില്ല. ലക്ഷ്മിയമ്മേ, എനിക്ക് പേടിയാവുന്നു. ദേവേട്ടനെ ഇഷയെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ കുഞ്ഞ്, ഞാൻ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. തുമ്പി ഏങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മോളെ, ദേവിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവൾ ഇഷയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരിക്കലത് നടക്കാനും പോണില്ല. ലക്ഷ്മി പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാവാത്തതുപോലെ തുമ്പി അവരെ നോക്കി. ഇഷ ആരാണെന്നും അവളുടെ ഉദ്ദേശം എന്താണെന്നും ലക്ഷ്മി വ്യക്തമായി തുമ്പിക്ക് പറഞ്ഞു കൊടുത്തു. അതെല്ലാം ഒരു ഞെട്ടലോടെയാണ് അവൾ കേട്ടിരുന്നത്. അവളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആളുകൾ അന്യമായിരുന്നു. തുമ്പിയുടെ കൊച്ചു ലോകത്ത് അങ്ങനെയുള്ളവർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി നിന്റെ ഊഴമാണ് മോളെ. എൻ്റെ ദേവിനെ ഇങ്ങനെയൊരു ചതിക്കുഴിയിൽ നിന്ന് രക്ഷിക്കാൻ നിനക്കെയാവൂ. ഇഷ ഒരിക്കലും അവൻ്റെ ജീവിതത്തിലേക്ക് വരരുത്. അവൾ അവൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നതിന് മുന്നേ മോൾ അവൻ്റെ ഉള്ളിൽ കയറിക്കൂടണം. ലക്ഷ്മിയമ്മേ, ഞാൻ അതിന് മോൾക്കേ കഴിയൂ. എൻ്റെ മകൻ ഇനിയും ദുഃഖിക്കുന്നത് കാണാൻ എനിക്കാവില്ല. എനിക്ക് വേണം എൻ്റെ മകനെയും നിന്നെയും, ഈ പുതിയ അവകാശിയെയും. ലക്ഷ്മിയുടെ വാക്കുകൾ തുമ്പിയിൽ ചെറിയൊരു പ്രതീക്ഷയുണർത്തി. ഇനി തന്നെ സ്വീകരിച്ചില്ലെങ്കിലും ഇഷയുടെ ചതിയിൽ അവനെ തള്ളിവിടാൻ അവളും ഒരുക്കമായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇഷ ഇടയ്ക്കിടയ്ക്ക് ദേവിനെ കാണാൻ വീട്ടിൽ വരൽ പതിവായി. ഇരുവരും ഒരുമിച്ചിരുന്ന് തമാശകൾ പറഞ്ഞു ചിരിക്കുന്നതും പുറത്തു പോകുന്നതൊക്കെ ദൂരെ നിന്ന് നോക്കിക്കാണാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ദേവിനെ തുമ്പിയെ കാണുന്നത് പോലും ദേഷ്യമാണ്. അവളെ എവിടെ കണ്ടാലും ദേവ് അവളെ ചീത്ത പറയാതിരിക്കില്ല. അവൻ്റെ ആ പെരുമാറ്റം തുമ്പിയിൽ ചെറു നോവുണർത്തിയെങ്കിലും അവൻ്റെ എല്ലാ കാര്യങ്ങളും തുമ്പി നോക്കിയും കണ്ടും ചെയ്തു കൊടുത്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം എല്ലാവരും കൂടി ഹാളിലിരിക്കുമ്പോൾ ഇഷ അവളുടെയും ദേവിൻ്റെയും കല്യാണക്കാര്യം അവതരിപ്പിച്ചു. കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ വച്ച് താമസിപ്പിക്കാതെ അതങ്ങ് നടത്താം. ലക്ഷ്മിയുടെ സഹോദരൻ വിഷ്ണുദത്തൻ പറഞ്ഞു. അതിനെ അനുകൂലിച്ച് അയാളുടെ ഭാര്യയും അത് ഏറ്റെടുത്തു. നടക്കില്ല ഏട്ടാ, ഉറച്ച സ്വരത്തിൽ ലക്ഷ്മി പറഞ്ഞതും എല്ലാവരും ഒരുപോലെ ഞെട്ടി. നിനക്കെന്താ ഭ്രാന്താണോ ലക്ഷ്മി? നീ എന്തുകൊണ്ടാണ് ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞത്? ഞങ്ങളുടെ മോൾക്ക് എന്താ ഒരു കുറവ്? ഒരു കുറവുമില്ല, കൂടുതലേ ഉള്ളൂ. എന്തായാലും ഈ വിവാഹം ഞാൻ നടത്താൻ സമ്മതിക്കില്ല. ഇരുവരും പരസ്പരം പലതും പറഞ്ഞ് അതൊരു വഴക്കിലേക്ക് വഴിമാറി തുടങ്ങിയിരുന്നു. അപ്പോഴും ദേവ് ഒരക്ഷരം മിണ്ടാതെ ഫോണിൽ നോക്കി തന്നെയിരുന്നു. അത് പറയേണ്ടത് നീയല്ല ലക്ഷ്മി, നിന്റെ മകനാണ്. അവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ ഈ വിവാഹം ഞാൻ നടത്തും. ദേവ്, നീ അമ്മയോട് പറ നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന്. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. വിഷ്ണുദത്തൻ വീറോടെ പറഞ്ഞു. ലക്ഷ്മിയുടെ ഉള്ളൊന്നാളി. ഇനി ദേവെങ്ങാനും തനിക്ക് ഇഷയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അതവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ദേവ്, നീ ധൈര്യമായി പറഞ്ഞോ. അവൻ്റെ അടുത്തേക്ക് വന്നിരുന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇഷ പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ഈ സമയത്തായിരുന്നു തുമ്പി ചായയുമായി അവിടേക്ക് വന്നത്. ട്രേ മേശയിൽ വെച്ച് തിരിഞ്ഞു പോകാൻ തുടങ്ങിയ തുമ്പിയുടെ കയ്യിൽ പിടിച്ച് എല്ലാവർക്കും അഭിമുഖമായി നിർത്തിയവൻ. സമ്മതം പറയേണ്ടത് ഞാനല്ല, ദേ ഇവളാ. ദേവ് പറഞ്ഞതും ആരും വിശ്വാസം വരാതെ അവനെ നോക്കിപ്പോയി. തുമ്പി ഒന്നും മനസ്സിലാവാതെ ഒരു പകപ്പോടെ അവനെ നോക്കി നിന്നു. നീ എന്തൊക്കെയാ ദേവ് ഈ പറയുന്നേ? നീ ആദ്യം ഈ വേലക്കാരി പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് വിട്ടേ. ഇവളെയൊന്നും ഇരിക്കുന്നിടത്ത് അടുപ്പിക്കാൻ കൊള്ളില്ല. അപ്പോഴാ അവളുടെ ഒരു അഭിപ്രായം ചോദിക്കൽ. പറഞ്ഞു തീർന്നില്ല. ചായ അടങ്ങുന്ന ആ ചില്ല് ടേബിൾ അവൻ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. തുമ്പി പേടിയോടെ ഇരു കണ്ണുകളും ഇറുക്കി അടച്ചുപോയി. ഇനിയൊരു അക്ഷരം ഇവളെപ്പറ്റി ആരെങ്കിലും വേണ്ടിയാ കൊന്നുകളയും ഞാൻ. ഈ നിൽക്കുന്നത് ചൈത്രേയത്ത് ദേവൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നവളാ. അവൾക്ക് നേരെ വേണ്ടാത്ത ഒരു നോട്ടമെങ്കിലും ആരെങ്കിലും നോക്കിയാൽ ഈ ദേവ് ആരാണെന്ന് നിങ്ങൾ അറിയും. അത്രയും ദേഷ്യത്തോടെ അതിലുപരി വാശിയോടെ തുമ്പിയെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവൻ പറഞ്ഞതും അവൾ അവനെ വിശ്വാസം വരാതെ നോക്കിപ്പോയി. ദേവ്, ദേവ്, നീ എൻ്റെയാ, എൻ്റെ. ഇതൊന്നും സത്യമല്ല, ഞാൻ വിശ്വസിക്കില്ല. ഇഷ കരഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൾ പിടിച്ച കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവളെ ഒന്ന് രൂക്ഷമായി നോക്കിയവൻ. മതിയാക്കടി നിന്റെ നാടകം. എവിടെയായിരുന്നു ഇത്രയും നാൾ നിന്റെ സ്നേഹം? നിൻ്റെയൊക്കെ എല്ലാ കള്ളത്തരങ്ങളും അറിഞ്ഞു വെച്ച് തന്നെയടി ഞാൻ നിന്നെയൊക്കെ ഇവിടെ കയറ്റിയത്. നീയൊക്കെ ഇവിടെ വരെ പോകുമെന്നറിയണമല്ലോ. അവൻ പറഞ്ഞു നിർത്തിയതും കള്ളി വെളിച്ചത്തായതുപോലെ ഇഷ ഒന്ന് പരിങ്ങി. ദേവ്, നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ നിന്ന് ചിലയ്ക്കാതെ നിന്റെ തന്തയും വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോടി.
അവൻ അലറിയതും വിഷ്ണുദത്തൻ ലക്ഷ്മിയെ ഒന്ന് തറപ്പിച്ചു നോക്കി അവിടെ നിന്നും ഇറങ്ങി. പിന്നാലെ ഇഷയും അവളുടെ അമ്മയും. അവർ പോയതും ദേവ് അവളെ ഒന്ന് അകറ്റി നിർത്തി ലക്ഷ്മിയുടെ മുന്നിലായി വന്നു നിന്നു. അമ്മ എന്താ കരുതിയത്? ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ അമ്മയ്ക്ക് എന്നെ നഷ്ടപ്പെടുമെന്നോ? അതോ? മോനെ, എന്നോട് ക്ഷമിക്കടാ. എനിക്കറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. എനിക്ക് നിങ്ങളെ മൂന്നാളെയും നഷ്ടപ്പെടുത്താൻ വയ്യ മോനെ. ഒരിക്കലെങ്കിലും എന്നോട് പറയാമായിരുന്നു ഈ നിൽക്കുന്നത് എൻ്റെ പെണ്ണാണെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ സത്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്രയും വൈകി പോകില്ലായിരുന്നു ഞാൻ. അത് പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടറിയിരുന്നു. മോനെ, നീ സത്യം മറന്നേക്ക് പുറത്തു കൊണ്ടുവരാൻ ദൈവം എന്തെങ്കിലും ഒരു തെളിവ് ബാക്കിയാക്കുമേ. ഈ മുഖം കണ്ട നിമിഷം മുതൽ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ആരാ എന്താ എന്നൊന്നും അറിയാതെ ഇവളെ കാണുമ്പോഴൊക്കെ എന്തൊക്കെയോ അവ്യക്തമായ ഓർമ്മകൾ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കബോർഡിൽ നിന്ന് ഞാൻ വരച്ച നിങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ എനിക്ക് കിട്ടിയത്. പിന്നെ ഒരു അന്വേഷണമായിരുന്നു. സിദ്ധാർത്ഥും മനുവും പറഞ്ഞ് ഞാൻ എല്ലാം അറിഞ്ഞു. എല്ലാം. അവൻ അതും പറഞ്ഞ് തുമ്പിയെ സോഫയിലേക്ക് ഇരുത്തി അവളുടെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ചു. മുക്ത, എന്നോട് ക്ഷമിക്കു പെണ്ണേ. നിന്നോട് ചെയ്തതിന് ഈ ജീവൻ തന്നാൽ പോലും പകരമാവില്ലെന്ന് എനിക്കറിയാം. ക്ഷമിക്കും മോളെ. ദേവ് അതും പറഞ്ഞ് അവളുടെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞുപോയി. അത് കാണി ആ അമ്മയുടെയും തുമ്പിയുടെയും ഉള്ളമൊന്ന് പിടഞ്ഞു. ദേവേട്ടാ, ഇടറിയ സ്വരത്തിൽ അവൾ വിളിച്ചതും അവൻ അത്ഭുതത്തോടെ അവളെ മെഴുകൾ ഉയർത്തി നോക്കി. എന്താ വിളിച്ചേ? താനിപ്പോൾ വിളിച്ചത് ഒരിക്കൽ കൂടി ഒന്ന് വിളിക്കുമോ? ദേവേട്ടാ. അവളൊരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ദേവ് അവളെ തന്നോട് പൊതിഞ്ഞു പിടിച്ചു ആ നെറുകിൽ സ്നേഹചുംബനം നൽകി. ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്ന ലക്ഷ്മിയിൽ സന്തോഷത്തിൻ്റെ ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു.